ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ഇന്ന് ഞാൻ സ്കൂൾ തുറന്നു ഗൈസ്. ഓക്കെ ഗൈസ്, 2 മാസമായിരുന്നു, കുറേ നാളായി അതെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷേ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അതെ ഗൈസ്, നമ്മൾ ഇനി ഒരു കുഞ്ഞൊരു തട്ടുകടയെന്ന് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞൊരു കട, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്നാൽ ഗെയിമിലോട്ട് പോവാം. ന്യൂ ഗെയിം. ഓക്കെ, സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിന് മുമ്പ് ഇപ്പം നമുക്ക് 12 സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. അതെ ഗൈസ്, അതുകൊണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം എത്രയെങ്കിലൊക്കെ എത്താം. ഒരു 20 എത്തും, അതിന് മേലോട്ട് പോകാം. അത് നിങ്ങളെല്ലാം കാണാൻ ഗൈസ്, എന്നാൽ ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെൽക്കം ടു സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. താങ്ക് യു. ഹൗ ഫൺ. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഗെയിം ഇട്ട് നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റത്തില്ല ഗൈസ്. വണ്ടി ഒന്നും വരില്ല, എന്തോ ഒരു സെറ്റിങ്സിന് എന്തോ ഒരു കുഴപ്പം. എന്തോ സൗണ്ടല്ല. ഇപ്പം അതിനും കഷ്ടമായി. അയ്യോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നല്ലോണം തിരിയാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ കട നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ കട. നമ്മുടെ കടയുടെ പേരാണ് സൂപ്പർ മാർക്കറ്റ്. ഇതെന്നാ പെട്ടിക്കടയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ. നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കാൻ ഒരു കമ്പ്യൂട്ടറിൽ വന്ന് നോക്കാനാണ്. ഓക്കെ ഗൈസ്, നമ്മൾ കമ്പ്യൂട്ടർ എടുത്തിട്ടുണ്ട്. വലിയ പൈസയാണ് ഗൈസ്. കേസ് കമ്പ്യൂട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യണ്ടേ? എനിക്കൊന്ന് സാധനങ്ങൾ വാങ്ങിക്കണമായിരിക്കും ഗൈസ്. ഇന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതെന്തോ മാർക്കറ്റ്. ഇതിലാണ് ഗൈസ് നമ്മൾ സാധനം വാങ്ങിക്കണം. പിന്നെ ഇതിൽ ഓക്കെ, നമ്മൾ ടൂൾസിലല്ലേ വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇതെന്തുവാ ഇതിനാ സാധനം? ഓക്കെ, ഇതിലാണ് നമ്മൾ ബിൽസും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഹയർ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല. സ്റ്റോറേജ് എനിക്ക് തോന്നുന്ന കേസ് നമ്മൾ അപ്പുറത്ത് കണ്ടില്ല വേണം, അതായിരിക്കും സ്റ്റോറേജ്. ബാങ്ക് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും കേസ്. നമ്മൾ ഈ കട ലോൺ എടുത്ത് മുടിപ്പിക്കും. നോക്കി കേസ്, ഇതിലെന്തുവാ 1 2 3 4 5 6 സാധനങ്ങളെ കേസ് വാങ്ങിക്കണ്ടേ. എനിക്ക് ഇതിലൊക്കെ നമുക്ക് ഇതിൽ തന്നെ വില ഇട്ട് വെക്കാൻ പറ്റും തോന്നുന്നു. നോക്കാം കേസ്. ഇപ്പം നമ്മൾ ഗെയിമിലോ സാധനം വാങ്ങിക്കാം. ഇതൊന്ന്, ഇത് 2 50 രൂപ ഉള്ളു കേസ്. ഇതിനൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇത് 2 വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിത് വാങ്ങിക്കാം ഗൈസ്. ടോട്ടൽ 49 രൂപയായി ഗൈസ്. ഓർഡർ 77 രൂപ. എന്തുവാ 2 രൂപ അതിനും കിട്ടി. എന്തോ മറന്നുപോയി. എന്ത് എഴുതിക്കണത്? എഴുതിയിട്ടെ. മൊത്തം 49 രൂപയായി. പിന്നെ നമ്മളിത് കൊണ്ടുപോകുന്ന സാധനത്തിനും കൂടെ പൈസ കൂടുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഭയങ്കര കളിയാണ്, ഭയങ്കര പാടാ. ഇത് മിക്കവാറും സീരിയസ് ആയിട്ട് പോകും. ഓക്കെ, നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ടാണല്ലേ. ഞാൻ വെറുതെ പൈസ പോയേ. ബണ്ണ് ഇത് ഞാൻ സാധനം ഇത് ചെറിയ. ഓക്കെ, എടുത്തോളൂ. ഇവിടെ വെക്കാനാണ് ഗൈസ് നമ്മൾ വന്നേക്കണം. വെച്ചേക്കാം. നെക്കി പിടിക്കണമല്ലേ? അതെ, വേസ്റ്റ് വഴി മാറി ഇവിടെ കൊണ്ടിടാൻ. ഞാൻ ഇട്ടേക്കാം. അടുത്തെടുക്കാം ഗൈസ്. ഇതും കൊണ്ട് അവിടെ വെച്ചേക്കാം. ഇതെങ്ങനെ തുറക്കണം? ഞാൻ നേരത്തെ എളിഞ്ഞപ്പം കണ്ടില്ല തോന്നുന്നു. ഇനി തുറന്നു വരുമോ? ഇതെങ്ങനെ തുറന്നു? അല്ലാതെ തുറന്നു വരില്ലേ? ഇതെന്തുവാ? എന്നത് ലെവൽ 1 ആണ് ഗൈസ്. സ്റ്റോർ ലെവൽ 1. ഇപ്പോഴും എന്തോ ഒരു ശരിയല്ലാത്ത പോലെ.
ഒന്നുകൂടെ നോക്കട്ടെ ഗൈസ്. Hello everyone. I'm the new manager here and I've got ഓക്കെ പൈസയും പോയിരിക്കുന്നു. ഇനി നമുക്ക് കട തുറക്കാം. അതെ കട കഴിഞ്ഞു. പ്രൈസ് ഇട്ടില്ല. ഇനി എത്ര രൂപ അങ്ങനെയാണ്? ഇത് മാർക്കറ്റിംഗ് പ്രൈസ് 5.98 ഗൈസ്. നമ്മളിപ്പോൾ വിറ്റേക്കണം 9.99. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 0. പ്രോഫിറ്റ് കിട്ടുന്നില്ല. അപ്പം നമുക്ക് അത് എടുക്കാം. 6 ഇടാം ഗൈസ്. 6 രൂപ. 6 രൂപക്കൊക്കെ സാധനം വെക്കണം. നമുക്കിത് പൈസയെന്ന് വേണ്ട ഗൈസ്, ഡോളർ വേണം. ഇതിൽ 3.96. ഓക്കെ ഗൈസ് ഇടാം ഗൈസ്. ഞാൻ ഡിലീറ്റ് 3.96 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 കൊടുക്കാം. 2.99 പ്രോഫിറ്റ്. പിന്നെ നമുക്ക് തന്നെ കട തുറക്കാം. ആൾക്ക് ഫസ്റ്റ് കസ്റ്റമർ ചേച്ചിയാണല്ലോ. ചേച്ചി എന്താ വേണ്ട, എന്ത് വേണമെങ്കിൽ ഉണ്ട്. ചോക്കോസ് വാങ്ങിക്കാൻ വന്നേക്കണം. എന്തെങ്കിലും കേട്ടോ ഗൈസ്. അതേപോലെ നമുക്ക് പതുക്കെ മെച്ചപ്പെടുത്തി വേണം വലിയൊരു കട. ഇതെന്നാ ഓക്കെ ഇതൊന്ന് വാങ്ങിക്കാം. ഓ ക്യാഷാണ് ഗൈസ് തന്നത്. ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇതിൽ നമുക്ക് ഇത് ഇച്ചിരി കുറച്ചിട്ടാൽ ഫുള്ളും കുറച്ചിട്ടാണ്. പൊട്ടാനൊന്നുമില്ല. എത്ര ചേച്ചി നമ്മൾ 10 രൂപ തന്ന് ടോട്ടൽ 6 രൂപയായി. ബാക്കി നമ്മൾ 4 രൂപ കൊടുക്കാമല്ലോ. ഗീവിങ്. അതെ ഒന്ന് ഇതിന് കീഴുന്നില്ല. 1 2 3 4. ഓക്കെ ചേച്ചി അപ്പോൾ വരാതെ അവിടെ ഫസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെ കൊടുക്കണം? എന്നാ ചേച്ചി ഓക്കെ കിട്ടിയല്ലോ. ഇവരെല്ലാം ഇത് വാങ്ങിക്കാനാണ്. ചോക്കോസ് അപ്പം പെട്ടെന്ന് വിറ്റ് കാണാം. ഇപ്രാവശ്യം ചേട്ടൻ കാർഡ് തന്നു. 6 ആർത്താണ്. നെക്സ്റ്റ് കട ഇങ്ങോട്ട് അടുത്താണ്. 96 രൂപ. 100 രൂപ തന്നു. 3 രൂപയുള്ളൂ. നമ്മൾ വില കുറച്ചാണ്. 3 രൂപയുള്ളൂ. ബാക്കി 96 രൂപ കൊടുക്കണം. ഇവർക്കല്ല ബാക്കി പൈസ മിഠായി എന്നാൽ മതി ചേട്ടാ. 96 രൂപ മിഠായി തരാൻ പറ്റില്ല. സോറി. വീട്ടിൽ വേറെ വല്ലതും വേണം. അതിൽ ചോക്കോസ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ബ്രെഡ് എടുക്കും. അയാൾക്ക് തല കാട്ടിക്കണമെങ്കിൽ വേഗം താടാം. 50 25 വന്നില്ലേ? 25 ചില്ലറ ചേട്ടല്ലേ. ചില്ലറ നോക്കാൻ 2 കണ്ട. ഇനി എത്രയാണ് വേണ്ടേ? 10 20 20 1 1 5. ഓക്കെ ഗൈസ് ഒരു കടക്കാരനായി. 16 16 19 10 1 5 2 1 2 കൂട്ടിക്കൊടുത്താലും അവർക്ക് വാങ്ങിക്കും. പക്ഷെ കുറച്ച് എനിക്കറിയാം. എന്നിട്ടാ ഒരാളാണ് നോക്കേണ്ടത്. അങ്ങോട്ട് തന്നെ താങ്ക് യു ചേട്ടാ. 6 രൂപ. താങ്ക് യു. നെക്സ്റ്റ് എല്ലാവരും ഇങ്ങനെ കാർഡ് കഴിയാമെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ചുമ്മാ അങ്ങ് അടിച്ചു വിട്ടാച്ചാൽ മതി. ആകെ 6 രൂപയുള്ളൂ. അത് പിന്നെ ബാക്കി നമ്മൾ 6 രൂപ കൊടുക്കണം. എത്ര രൂപ വന്നാൽ? 10 രൂപ വന്നോ? 10 രൂപ തന്നു. ഓക്കെ നമ്മൾ അവിടെ കൊടുത്തു. ഈ ചേച്ചി നിനക്കല്ല ഓക്കെ ഗൈസ് ടോട്ടൽ 6 രൂപ കൃത്യം തന്നിരിക്കുന്നു. 6 രൂപ തന്ന് 6 രൂപയാണ് അതിന്. ഓക്കെ ഗൈസ് ബാക്കി 0. ചാച്ചാ ഇങ്ങനെയൊക്കെ കറച്ച് പൈസ വെച്ചാൽ അതും നല്ലതല്ലേ.
9.98 രൂപ. ഓക്കെ, നെക്സ്റ്റ് പൈസയാണ്. ഒരു തലക്കല്ല കാർഡ് മുന്നോട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടല്ലോ. 1 ഓക്കെ ചേട്ടാ, ബൈ. നെക്സ്റ്റ് എത്രയാ? കടത്തില്ല ചേച്ചി, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തുവാ? എവിടെയോ കൈ നിന്ന് കേട്ടോ. സെറ്റായി. ഓക്കെ, ഇനി എന്താ ചേച്ചി വേണ്ട? ഇത് തന്നെ ഇങ്ങോട്ട് വന്നേര്. 9.98. ഓക്കെ, അടുത്ത ആള്. സമയം ഇപ്പം 4 മണിയായി ഗൈസ്. ഇവിടെ ഇപ്പം 4 മണിയായി. അല്ല സോറി ഗൈസ്, ഇവിടെ ഇപ്പം 5:15 എന്നായിരുന്നു ഇപ്പം എന്തോ തന്ന കാർഡാ? കാർഡ് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ ഒരു ദിവസം ഒരു പോസ്റ്റർ നിങ്ങളോട് ഏത് ഗെയിമാണ് കളിക്കണ്ടേന്ന് ചോദിച്ചു ഒരു വീഡിയോ ഇട്ടായിരുന്നു. വീഡിയോ അല്ല, ഒരു എന്തേലോട്ടെ ഇട്ടായിരുന്നു. അതിൽ ബേബീനെല്ലാം വേണം, ഗ്രാനി വേണം ഇട്ടായിരുന്നു. എന്നിട്ട് രണ്ടെണ്ണത്തിൽ 2 വേണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. നമ്മൾ ഏത് കളിക്കും കൈസ്? നമുക്ക് ഉടനെ ഒരു ബേബീനെല്ലാം കളിക്കാം. അല്ല വേണ്ട, ഗ്രാനി കളിക്കാം കൈസ്. ബേബിയെല്ലോ പറഞ്ഞവർ വിഷമിക്കണ്ട, ബേബി എന്നെ എല്ലാവരും കളിക്കുന്നുണ്ട്. ഇവിടുത്തെ സാധനങ്ങൾ തീർന്നു കൈസ്. ഇവിടെ ഇപ്പോൾ സാധനം കളിക്കുന്നത്. ഇവിടെ ലൈറ്റ് ഇല്ലടാ, ഇത് കത്താത്ത. ഇത് ഒറിജിനൽ നല്ല ലൈറ്റ്, വെട്ടമില്ല. ഇല്ലല്ലോ, ഇതിൽ നമ്മൾ വാങ്ങിക്കണ്ടേ? ഇതെന്താ? ഇതും പ്രൈസ് വന്നിരിക്കുന്നു. എല്ലായിടത്ത് വെക്കട്ടെ ചേട്ടാ. കട ക്ലോസാ, സാധനം ഇല്ലാത്തത് കൊണ്ടേ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഇത് നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ തന്നെ നേരെ വെസ്റ്റ് ബാക്കി പോയി വീട് കഴിക്കും. നമുക്ക് ഇത്ര കഷ്ടപ്പെടാം. ഇത് നമ്മൾ എടുക്കണം, ആ വഴി തന്നെ തിരിച്ച് കൊണ്ട് വെക്കണം. അല്ലേ? ഓക്കെ, ഇനി എല്ലാവർക്കും വരാം. 8 മണിയാവി, കട തുറക്കാം. ഓക്കെ ചേച്ചി, കാർഡ് തന്നോളൂ. ചേച്ചി കണ്ടപ്പോൾ തോന്നി കാർഡാ തരാൻ പോകുന്നത്. 6 ചേട്ടനെ കണ്ടപ്പോഴും തോന്നി. അടുത്ത് കാർഡിൻ്റെ അങ്ങനെ തുടുപ്പല്ലിട്ടേക്ക്. ഓക്കെ, തനിക്ക് തന്നെ കണ്ടപ്പോൾ കൃത്യം പൈസക്കാരനാന്ന് പറയാം. നീ കടം വാങ്ങിക്കാൻ നല്ല ആളാണ്. ഓക്കെ, 4 കൃത്യം 4 പേർത്താ നിന്നാ വരി അങ്ങോട്ട്. തന്നെ കണ്ടപ്പോൾ ATM പോയി തോന്നി കേട്ടോ. എല്ലാവരും പുകഴ്ത്തുന്നില്ല, മടുക്കി. 3.98 3.98 രൂപയ്ക്ക് നമ്മൾ എന്നെ വെക്കണേ. ഒന്നെങ്കിൽ 6 രൂപ, അല്ലെങ്കിൽ 9.90 അങ്ങനെ ഉണ്ടാ. 6 രൂപ. ഓക്കെ ചേച്ചി, ചേട്ടനെ കണ്ടിട്ട് ഒരു കുക്കിംഗ് ചെയ്യണ ആളപ്പോൾ തോന്നിട്ട് കേട്ടോ. 15.98 നമുക്ക് ലാഭമല്ലേ? നമ്മൾ കൊടുക്കണക്കാളും കൂടുതൽ സമയം വാങ്ങിക്കണ്ട. അവർ കുറേ സാധനം വാങ്ങിക്കണം. വേണ്ട, ഇതുകൊണ്ടായിരുന്ന ഇത് 13.5 13 താങ്ക് യു. ഇയാളെ എവിടെയോ കണ്ട പരിചയം. ഗ്രാനീനെപ്പോഴുണ്ട്. ഗ്രാനിയെപ്പോലെ അല്ലേ? ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെ 9 മണി. കട ക്ലോസിങ് സമയമായോ? 25 പേരെ സർവൈവ് ചെയ്യണം. ഇങ്ങനെ കടയെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ പേടും 22 പേര്. ഇതെന്താ ലോക്കായി? അതെ, ഇത് തുറക്കണമെങ്കിൽ ഇത് ക്ലോസ്ഡ്.
ഇത് കട അടയ്ക്കണേ സോറി. ഓക്കെ ഗൈസ്, നമ്മൾ പുറത്തെത്തിയിരിക്കുന്നു. കട ക്ലോസ്. എത്ര ലാഭം കിട്ടി നഷ്ടം കിട്ടി നോക്കാം. ഈ സാധനം ഇങ്ങനെ കാണാൻ പറ്റില്ല. ബാലൻസ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ലാഭം കിട്ടിയെന്നറിയാം. കാണുന്നത് ഈ ഐസ്ക്രീമിൻ്റെ മേളിൽ തന്നെ ചെറുതായിട്ടൊരു പച്ച നിറം കാണുന്നു. അപ്പോൾ മനസ്സിലാവും ലാഭം കിട്ടി. ഓക്കെ, വേണമൊക്കെ ഉണ്ടാക്കി കുറച്ചും വെള്ളം ചെയ്ത് പോയി. ടോട്ടൽ പ്രോഫിറ്റ് 54 രൂപ കിട്ടി. നമ്മുടെ കയ്യിൽ 99 രൂപ മൈനസ്. എന്തിന് ബാക്കി നമ്മുടെ 104 രൂപ കിട്ടും. എന്തുവാ കേസ്? നമുക്കിത് പുതിയ സാധനം വാങ്ങിക്കണം. നമ്മുടെ ഇതൊന്ന് ഇത് മൊത്തം 10 ആയിട്ടുള്ളൂ. ഓക്കെ, അത് 2 കൂടെ വാങ്ങി വിചാരിച്ചായിരുന്നു, പക്ഷെ പൈസ ഇല്ല. പിന്നെ ഇവിടെ അടിയിൽ നിന്ന് എടുക്കാം. ഒന്നും മറിഞ്ഞില്ല. ഇത് ഇവിടെ വെക്കണം. ഇവിടെ വെക്കാം. തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ വെക്കണ്ട. ഇതെടുക്കാൻ പറ്റില്ലേ? നടന്നോട്ടെ. എടുക്കണ്ട കളയണം. ഇതൊന്നും കൂടെ എടുത്തേ. ഇവിടെ വല്ല എടുത്ത് വെക്കാം. എന്തായാലും അവിടെ ഇരുന്ന സാധനമല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗെയിം കളിക്കാം. ഇത് ഫോണിലും കിട്ടും. കമ്പ്യൂട്ടറിൽ കളിക്കാൻ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ വെക്കാം. പിടിക്കണം. ഇത് വേണം ഇവിടെ. സൂസു സുസുക്കി മാരുതി സുസുക്കിയാ കഴിച്ചത്. ഓയില് ഇത്. പിന്നെ ഇതെന്തുവാ? അവിടെ കിടന്നേ. അവിടെ പോയി കിട. അങ്ങ് പോക്കടാ. ഇതെന്തുവാ? ബ്രെഡ്. ഇവിടെ ബ്രെഡ് വെക്കാൻ സ്ഥലമുണ്ട്. അവിടെ ഉണ്ട്. അവിടെ വെക്കാം. എവിടെയെങ്കിലും വെച്ചാൽ മതി. തീർന്നു. ഇവിടെ തന്നെ വെക്കാൻ പറ്റില്ല. ബ്രെഡ് എടുത്തേ. അത്ര മതി. ഇവിടെ വെക്കാൻ സ്ഥലമുണ്ടോ? വേണം കൂടി. ഇവിടെ ഉണ്ട്. അയ്യോ, സുസുക്കി ഏതെടുത്ത് മനസ്സിലാവും. അതിന് അവിടെ നിന്നാൽ മതി. അല്ല, നീ ഇങ്ങോട്ട് വാ. നീ അവിടെ ഇരിക്കണ്ട. അത് നല്ല ശരിയല്ല. ഇവിടെ നിന്നാൽ മതി. എനിക്കൊരു കുഴപ്പക്കാരൻ. ഇത് വേണ്ട, എനിക്കൊന്നും വേണ്ട. ഇതെന്തുവാ? ഇതെടുക്കാം. ഇത് ഇവിടെ വെക്കാം. സമയം കളയാൻ മാറാ. അടുത്ത സാധനത്തിരിക്കുന്ന കേസ് നമ്മൾ ഗൈസ് നമ്മുടെ ലെവൽ 2 ആയി. ഗൈസ് നമ്മളറിഞ്ഞില്ല നമ്മൾ ലെവൽ 2 ആയി. നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. കേട്ടാ മുട്ടേ. ഇതിനവിടെ നെഞ്ചു പിടിച്ചോളാം. എന്നെ തള്ളിട്ടുന്ന പോലെ. കട തുറക്കണം. ഇതിനൊന്നും പ്രൈസ് ഇട്ടില്ലല്ലോ. കമ്പ്യൂട്ടറിന് വേണ്ടി ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇതില് ഇടാൻ പറ്റും ഗൈസ്. നോക്കട്ടെ. നോക്കട്ടെ. നമ്മൾ 5 രൂപയ്ക്ക് 5.98 രൂപയ്ക്ക് ചോക്കോസ് വിൽക്കുന്നുണ്ട്. 6 രൂപ മാർക്കറ്റിൽ 6 രൂപയ്ക്ക് നമ്മൾ ഇവിടെ വിൽക്കും. പിന്നെ ബണ്ണിന് 3.98 നമ്മൾ കടയിൽ വിൽക്കുന്നത് 3.98. ഇത് 3.71. അപ്പം നമുക്ക് 3.72 വെക്കാം.
3.72. ഇതാ കൈ സിമ്പിൾ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. 4.50. 4.52. കുറേ കൂട്ടാൻ പറ്റില്ല ഗൈസ്, കാരണം ആൾക്കാരൊന്നും മോശം വാക്ക് പറയും. അത് ഇത് ഭയങ്കര പൈസയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടമാണ്, നമ്മുടെ ലെവല് കുറയും. ഓക്കെ, ഇനി എന്തുവാ ഇതെന്തുവാ? പാസ്ത. അതിന് 3.12 ഗൈസ് മാർക്കറ്റിൽ. നമുക്ക് 3.14 കൊടുക്കാം. 3.14. ഇതിന് 314 രൂപയാണ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. 3.14. ഇപ്പോൾ കളിച്ച ഗൈസ് 2.15 രൂപ നമുക്ക് പ്രോഫിറ്റ്. അടുത്തെന്തോ സൂസു സുഗർ പൗഡർ 4.83 രൂപയ്ക്ക് മാർക്കറ്റിൽ. നമ്മൾ 1.15 നമുക്ക് നഷ്ടം. അതുകൊണ്ട് നമ്മൾ 4.83 അല്ല 4.83 രൂപയ്ക്ക് കൊടുക്കണം. വലിയ 4 ഇട്ടാൽ മതി, ഒരടി കൂട്ടി അത്രേ ഉള്ളൂ കേട്ടോ. കേസ്റ്റായി ലോൺ എടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് സാധനം വാങ്ങിക്കുന്നത്. ഫുൾ ലോൺ എത്ര ദിവസം കൊണ്ട് അടയ്ക്കണം? 937 രൂപ നമ്മൾ വാങ്ങിച്ച് 25 ദിവസത്തിനുള്ളിൽ അത്ര പൈസ കൊടുക്കണം. ഓരോ ദിവസം 37 രൂപ വെച്ച് കുറയും നമ്മുടെ കയ്യിൽ നിന്ന്. നല്ല കാര്യം. അതായത് നമുക്ക് 100 അത്ര കണ്ടും പൈസ കിട്ടുമല്ലോ. ടേക്ക് വെറുതെ ഈ കടയിൽ മുടിപ്പിക്കണം ഇപ്പോഴല്ല, കുറച്ച് നേരം. ലെവൽ 10 ആയിക്കാൻ വേറെ അടുത്ത ലോൺ എടുക്കാം ഗൈസ്. പിന്നെ ലെവൽ 20 ആയിക്കാൻ ഒരു ലോൺ എടുക്കാം. അതിന് നിങ്ങളുടെയൊക്കെ ലൈക്ക് വേണം, പിന്നെ പേയ്മെൻറ്റ്സ്. ഇതെന്തിനാ സാധനം? എന്തേലോട്ടെ, നമുക്ക് ഇനി അടുത്ത ഇങ്ങോട്ട് കട തുറന്നാ ഞാൻ ഇല്ല ഭാഗത്തിന്. ഇതെന്തുവാ? എന്ത് വന്നേക്കണം? ക്ലോസ്ഡ്. എന്ത് ഇതൊക്കെ അത് മാറ്റാൻ കിട്ടില്ല. ആൾക്കാരൊക്കെ രണ്ടാമത്തെ ദിവസം അതിനാണ് ആദ്യം വരുന്നത് എന്ന് നോക്കാം. ഇന്നലെ ഒരു ചേച്ചിയാണ് കേസ് വന്നത്. ഇന്നത്തെ ദിവസം ആരാണ് വരാൻ പോണത്? ചേച്ചിയാണോ? ആ ചേച്ചിയാണെന്ന് തോന്നുന്നു കേസ്, എനിക്ക് ഉറപ്പൊന്നുമില്ല. നമുക്ക് നോക്കാം, നമുക്ക് പോകാൻ പറ്റുമല്ലേ? രാത്രി പോകാം കേസ്, നമുക്ക് നോക്കാം. ആ ചേച്ചി ഞങ്ങളുടെ കടയിലോട്ടാ. ചേച്ചിയുടെ ആ ചരിഞ്ഞ് പോക്ക് കണ്ടാൽ അറിയാം. കണ്ടാ ശരിയല്ലേ? ചേച്ചി ഞങ്ങളുടെ കടയിലോട്ടാ. ഓക്കെ, നമ്മൾ ആദ്യത്തെ കസ്റ്റമർ ഡേ 2 ഡേ 1 നമുക്ക് ആദ്യം ഒരു ചേച്ചിയാണ്. അടുത്തൊരു ഈ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഈ ചേച്ചി തന്നെയാണ് വന്ന വഴിയൊന്നും ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ ആദ്യത്തെ പാസ്ത ഉദ്ഘാടനം കഴിഞ്ഞു. 12.28 രൂപ. ഇതിൽ നമുക്കൊന്നും പുതിയതായിട്ടൊന്നും ഇല്ല. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ചേച്ചി 15.98 രൂപ. ഓക്കെ, എല്ലാവരും ഒന്ന് വേഗം നല്ലതാണ്. ഓക്കെ, ഈ ചേട്ടൻ ചെയ്താൽ നമ്മുടെ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. എന്താ ചേട്ടാ? 9.4. ഓക്കെ, ഇതിന് 4 കൊടുക്കാൻ പറ്റാത്ത 4 അല്ലേ? 9.04. അങ്ങനെ അടിക്കണം. ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞു. ഇപ്പം എന്ത് ചെയ്യണം? പർച്ചേസ് പ്രൊഡക്റ്റ് ലൈസൻസ് യൂസിങ്. ഇനി അതും വാങ്ങിക്കണം. പ്രോഡക്റ്റ് ലൈസൻസ്, പുതിയ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ. ചേട്ടാ ഇത് കഴിയുമ്പോൾ വാങ്ങിച്ചാൽ മതിയാ. എത്ര രൂപ കൊടുക്കാം? ഒരു 10 ഒരു 10 രൂപ. ചേച്ചി ഒരു 10 രൂപ വാങ്ങണോ?
വേണ്ടേ, ഞാൻ വാങ്ങിച്ചോളാം. ഇനിയുണ്ടായി എടുത്ത് തരാം, എൻ്റെ പൊന്നെ ഉണ്ടാക്കി തരാം. 48, 20, 20, 50. വേണ്ട, ഒരു 10 ഇട്ടേ, ഒരു 10 കൂടി. 1, 2, 3, 4. ഓക്കെ ചേച്ചി, ബൈ ബൈ. അടുത്ത ചേച്ചി എന്താ ചേച്ചി വേണ്ട? ഓക്കെ ഡൺ ഡൺ. 11, 48, 2. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ എഴുതിക്കുന്നത് ടോട്ടൽ 6.60. 60. പണ്ട് ഞാൻ വേറെ ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ ഇവർ ചെയ്യണത്. ഞങ്ങൾ അവസാനം ഞാൻ ഇങ്ങനെ കൂട്ടി നോക്കും ഗൈസ്. ഇതിനൊക്കെ എത്ര വിലയായിട്ട് എത്ര സാധനങ്ങൾ വാങ്ങിക്കും, അതിനൊക്കെ എത്ര രൂപയാണെങ്കിൽ കൂട്ടി നോക്കും. പക്ഷെ ഇപ്പോൾ മനസ്സിലായില്ലേ, ഇവർ ഈ കമ്പ്യൂട്ടറിനൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും പൈസ സിമ്പിൾ. ഇപ്പോൾ മനസ്സിലായില്ല ഈസി ഇതാണ്. കാർഡ് പേയ്മെൻറ്റ് 4.52. ഓക്കെ അടുത്ത നെക്സ്റ്റ് ഇതിന് ഡൺ. 9.68. നെക്സ്റ്റ് 15.16. 10.5.1. ഓക്കെ നെക്സ്റ്റ് താങ്ക് യു. വേണ്ട, നമ്മുടെ എണ്ണയും ഷുഗറും വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ. സമയത്തേ ഇവിടെ ക്ലോക്ക് എൻ്റെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ ചേച്ചി എൻ്റെ എന്തോ ഞാൻ വാങ്ങിച്ച കാർഡില്ലല്ലോ. 80 രൂപ. 10, 50, 25, 5. അതാ എനിക്കറിയാം, കണക്കറിയാന്നേ. സ്കൂളിൽ പോയ കാലത്ത് കണക്കിനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. വലുതനുസരിച്ച് കണക്ക് പഠിക്കാൻ കുറഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ അത് കണ്ട് പിന്നെ നമ്മൾ പിന്നെയും പഠിച്ചു തുടങ്ങും. അതൊക്കെ അത്രയേ ഉള്ളു. 13.48. ഇതിലേക്ക് എനിക്ക് 2ാം ക്ലാസ്സിലൊക്കെ എന്നാ ഇഷ്ടമാണ് കണക്ക്. 5ാം ക്ലാസ് എത്തിയപ്പോഴേക്കും ടീച്ചേഴ്സ് മാറുന്ന വെച്ചിട്ട് കണക്കിൻ്റെ ഇഷ്ടവും കുറഞ്ഞു. 5ാം ക്ലാസ്സിലും കുഴപ്പമില്ലായിരുന്നു. 6ാം ക്ലാസ് എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ടീച്ചർ ആദ്യത്തെ ടീച്ചർ കുഴപ്പമില്ല, 2ാമത്തെ ടീച്ചർ അല്ല 6ാം ക്ലാസ് എത്തിക്കാനപ്പോൾ എനിക്ക് കണക്കിൽ ഞാൻ മടുപ്പായി. ഇനി എന്തോരം പഠിക്കാൻ കിടക്കുന്ന ഓർത്തപ്പോൾ മടുത്ത്. ചെറിയൊരു മടുപ്പ് തോന്നി. 6ാം ക്ലാസ് എത്തിയപ്പോൾ എനിക്ക് എല്ലാ വിഷയത്തിലും മടുപ്പായിരുന്നു. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതി പാസ്സായി അടുത്ത 7ാം ക്ലാസ്സിൽ എത്തി. അങ്ങനെയൊക്കെയാണ് കേസ് എൻ്റെ കുഞ്ഞിലത്തെ കളികൾ. ഓക്കെ എന്തെങ്കിലും ആയിട്ട് നമുക്കിപ്പോൾ വലുതായി ഗെയിംസിൻ്റെ ഒക്കെ എടുക്കാം. 6.28. നമ്മളിപ്പോൾ വലുതാണ്ടല്ലേ കേസ്. ഇപ്പോൾ നമ്മളൊരു കട തുടങ്ങിയത് കൊണ്ടോ, ഒരു വലിയൊരു കട. പിന്നെ ആൾക്കാരെയൊക്കെ വെക്കണം. 6 രൂപ. താങ്ക് യു. ഈ സാധനം വാങ്ങിക്കാൻ എന്തോടി 7.15. ഇതിനാണ് എന്താ ചെയ്ത് 4.84 രൂപ. ഓക്കെ നെക്സ്റ്റ് 11.68. ഓക്കെ നെക്സ്റ്റ് ഇത്ര പേര് ഇതപ്പോൾ നീന്തി ഇത് തന്നു. പിന്നെ കറക്റ്റ് പൈസ തന്നു. നീ നല്ല കാര്യം. ലൈറ്റ് ഓണാണ്. 3.14. അടുത്ത ആൾ വരുവിൻ. നീക്ക് എന്താ അടുത്ത പ്രത്യേകത? 2, 20, 20, 10, 10, 3. അത് മതി. എടാ ഒന്ന് ആടാ. കടയടച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. 9 മണി 6. കട ഇപ്പോൾ ക്ലോസ് ചെയ്യണം. ഞാനും വലിയ രാത്രിയുണ്ട്. 9.04. ആൾക്കാർ വന്നു. കട കളഞ്ഞു. ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഞാൻ വരാനുണ്ടോ? ആരുമില്ല. ഞാൻ 3 വർഷം വെച്ച് കഴിഞ്ഞു.
കട ക്ലോസ്. ലൈറ്റ് ഓഫ്. ഇപ്പം ആരും ഇല്ലാത്ത സമയത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും. എന്നിട്ട് നാളെ കളിക്കാം. 9 മണി കഴിഞ്ഞാൽ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ലേ? അല്ലാതെ വാങ്ങിക്കേണ്ട അല്ല. പിന്നെ എൻ്റെ കളി. ഓക്കെ ഗൈസ്, നമുക്കിനി കട ക്ലോസ് ചെയ്യാം. കട ഈസ് ക്ലോസ് ആവും. ഇല്ല, ഇതെങ്ങനെ ക്ലോസ് ചെയ്യണം? ഇവിടെയല്ലേ, സോറി മറന്നു ഗൈസ്. ഇവിടെ ഒരു മതി. നോക്കട്ടെ, നമുക്ക് ഇന്ന് ലാഭം ഗൈസ്. ലാഭം 111 രൂപ ലാഭം. ബാക്കി നമ്മുടെ 215 രൂപയുണ്ട്. ലോൺ എടുത്ത് എനിക്കൂടെ കൂടുതൽ കിട്ടിയേ. ഓക്കെ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മളിപ്പോൾ 12 സബ്സ്ക്രൈബേഴ്സ്. വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അടിച്ചേടി പുതിയ പുതിയ വീഡിയോസ് ഇറക്കാം. അടുത്ത ആഴ്ച വേണമെങ്കിൽ ഗ്രാനി കളിക്കാം ഗൈസ്. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഇത് പിന്നെ പാട്ട് ചൂവും കളിക്കും, ഇനിയും കളിക്കുന്നതായിരിക്കും. അങ്ങനെ ഇത് കളിച്ച് വലിയൊരു കടയിൽ തുടങ്ങും ഗൈസ്. ഓക്കെ ഗൈസ്, എന്നാൽ ഈ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസുമായി കാണുന്നവരെ ബൈ.